NMMC 2023 ക്ലാസ് 8 സാറ്റിലെ കെമിസ്ട്രി പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഭൗമാന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആനുപാതിക അളവ് എത്ര എന്നാണ് ചോദ്യം. പ്രപ്പോർഷനേറ്റ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 78.08 ആണ്. ഇത് നൈട്രജൻ്റെ പ്രപ്പോർഷനാണ്, ഏറ്റവും കൂടുതൽ നൈട്രജനാണ്. പിന്നീട് കൊടുത്തിരിക്കുന്നത് 20.095 ആണ്. ഇത് നമുക്ക് അറിയാം ഓക്സിജൻ്റെ, ഭൗമാന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ ഏകദേശം 21% ആണ്. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആനുപാതിക അളവ് 0.03% എന്നുള്ളതാണ് ആൻസർ. പ്രമാണ അന്തരീക്ഷ മർദ്ദത്തിന് തുല്യമായ മർദ്ദം ഉണ്ടാക്കുവാൻ കഴിയുന്ന മെർക്കുറി ധൂപത്തിൻ്റെ ഉയരം എത്രയാണ് ചോദിക്കുന്നത്. വാട്ട് വുഡ് ബി ദ ഹൈറ്റ് ഓഫ് ദ മെർക്കുറി കോളം ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ പ്രഷർ ഓഫ് 1 അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ ആൻസർ 76 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം 13.6 ആണ് മെർക്കുറിയുടെ ഡെൻസിറ്റി എന്നുള്ളത് അറിയാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് വോളിയം, മാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ഡെൻസിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 1 പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടാകും. 76 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടാവേണ്ടത്. ഒരു ചെറിയ കഷ്ണം സോഡിയം ജലത്തിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന ലായനിക്ക് ഡാഷ് സ്വഭാവമായിരിക്കും. എ പീസ് ഓഫ് സോഡിയം ഈസ് പുട്ട് ഇൻ വാട്ടർ, ദ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ വിൽ ബി. സോഡിയം വാട്ടറുമായിട്ട് പ്രവർത്തിച്ച് ഉണ്ടാകുന്നത് നമുക്കറിയാം. വാട്ടറുമായി പ്രവർത്തിക്കുമ്പോൾ NaOH ആണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ NaOH ആസിഡിക് സ്വഭാവമുള്ളതാണ്. അപ്പോൾ ആൻസർ NaOH ക്ഷാര സ്വഭാവമുള്ളതാണ്. അപ്പോൾ ആൻസർ ബേസിക് എന്നുള്ളതാണ് ആൻസർ. ചോദ്യതാണ്, ചുവടെ നൽകിയിരിക്കുന്ന മിശ്രിതങ്ങളിൽ ഏതിനെയാണ് ഉൽപ്പന്നത്തിലൂടെ വേർതിരിക്കാൻ സാധ്യമാകാത്തത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് മിക്സ്ചേഴ്സ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സ് നമുക്കറിയാം. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കുമ്പോൾ നേരിട്ട് ഖരാവസ്ഥയിൽ നിന്ന്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് നേരിട്ട് പോകുന്നതാണ്. വാട്ടർ സ്റ്റേറ്റിൽ അറ്റൻഡ് ചെയ്യാതെ നേരിട്ട് ദ്രാവകാവസ്ഥയിൽ ചെല്ലാതെ നേരിട്ട് എവിടേക്ക് എത്തുന്നു, വാതകാവസ്ഥയിൽ ചെല്ലുന്നു. നമുക്ക് കർപ്പൂരം, അതുപോലെ തന്നെ നാഫ്തലീൻ, അതുപോലെ തന്നെ അയോഡിൻ ക്ലോറൈഡ്, അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡ്, ഇവയൊക്കെ ഉൽപ്പന്നത്തിന് വിധേയമാകുന്നതാണ്. അപ്പോൾ സബ്ലിമേഷൻ പ്രകാരം എന്ത് ചെയ്യാം, ഇത് ചൂടാക്കുമ്പോൾ ഇത് സബ്ലിമൈസ് ചെയ്യില്ല, അതുകൊണ്ട് അതവിടെ നിൽക്കും. കർപ്പൂരം എന്ത് ചെയ്യും, സബ്ലിമൈസ് ചെയ്തു പോകും. അപ്പോൾ നമുക്കിത് വേർതിരിക്കാം. അതുപോലെ തന്നെ മണൽ സബ്ലിമൈസ് ചെയ്യില്ല, അപ്പോൾ തീർച്ചയായിട്ടും നാഫ്തലിൻ വേർതിരിച്ച് കിട്ടും. ഇത് രണ്ടും സബ്ലിമേഷന് വിധേയമാകുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഉൽപ്പന്നത്തിലൂടെ വേർതിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കോമ്പൗണ്ട് ഇത് രണ്ടുമാണ്, അയോഡിൻ, അമോണിയം ക്ലോറൈഡും. അതായത് ചൂട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയോഡിൻ ആദ്യം തന്നെ ഉൽപ്പന്നത്തിന് വിധേയമാകും, പിന്നീടാണ് അമോണിയം ക്ലോറൈഡ് ഉൽപ്പന്നത്തിന് വിധേയമാകുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചാൻസ് അവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ ഡ്രൈ ഐസ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഡ്രൈ ഐസ് പെട്ടെന്ന് ഉൽപ്പന്നത്തിന് വിധേയമാകുന്നതാണ്. ഈ മെറ്റൽ ആയിട്ടുള്ള ഇരുമ്പ് എന്തില്ല, ഉൽപ്പന്നത്തിന് വിധേയമാവില്ല. അപ്പോൾ ഇത് കൊടുത്ത ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ സി ആണ്. ഇന്ധനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന എന്താണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് ഫ്യൂൽസ്. ഖര ഇന്ധനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദ്രവ ഇന്ധനങ്ങൾക്ക് മികച്ച ജ്വലനമുണ്ടാവാറുണ്ട്. ലിക്വിഡ് ഫ്യൂൽസ് ബേൺ മോർ കംപ്ലീറ്റ്ലി ദാൻ കമ്പയർഡ് ടു സോളിഡ് ഫ്യൂൽ. നമുക്കറിയാം ഇത് കറക്റ്റ് ആയ പ്രസ്താവനയാണ്. ഖര ഇന്ധനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദ്രവ ഇന്ധനങ്ങൾക്ക് മികച്ച ജ്വലനം ഉണ്ടാവാറുണ്ട്. വീണ്ടും നികത്താനാവാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അതായത് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്, ഫോസിൽ ഫ്യൂൽസ് ആർ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഫോസിൽ ഇന്ധനങ്ങളെ നമുക്ക് നികത്താൻ കഴിയില്ല. അപ്പോൾ ഇത് കറക്റ്റ് ആൻസറാണ്. ഇത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിൽപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും നികത്താൻ പറ്റില്ല. ജ്വലിക്കുമ്പോൾ ഉത്തമ ഇന്ധനങ്ങൾ ഹാനികരമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നില്ല. ആൻ ഐഡിയൽ ഫ്യൂൽ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ടോക്സിക് സബ്സ്റ്റൻസ് ടു ബേണിംഗ്. ശരിയാണ്, ഏറ്റവും നല്ല ഇന്ധനം ഒരിക്കലും ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ, പുകയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ ജ്വലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നില്ല. CNG പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ്. CNG ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. CNG ഒരു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ല, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് തന്നെയാണ് CNG. അതുകൊണ്ട് ഈ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഓപ്ഷനാണ്. ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ രാസമാറ്റം ഏതൊക്കെയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ കെമിക്കൽ ചേഞ്ചസ്. ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുതലേപനം, ഇത് രാസമാറ്റമാണ്. അയോണുകളായിട്ട് വിഘടിപ്പിക്കുന്ന വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിൽ വിഘടിച്ചുകൊണ്ട് ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റൽ പേസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്,
വൈദ്യലേപനം എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് ഇത് എന്താണ്? രാസമാറ്റം തന്നെയാണ്, കെമിക്കൽ ചേഞ്ചാണ്. ലോഹനാശനം റസ്റ്റിംഗ് ഇതും കെമിക്കൽ ചേഞ്ചാണ്. പഴങ്ങൾ ചെയ്യുന്നത് ഇതും കെമിക്കൽ ചേഞ്ചാണ്. അപ്പോൾ 1 2 3 4 അതായത് എല്ലാം കെമിക്കൽ ചേഞ്ചാണെന്നുള്ള ആൻസറാണ് കറക്റ്റ് ഓപ്ഷൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പാചക പാത്രങ്ങളുടെ പിടികൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഏത് എന്നാണ് ചോദ്യം. വിച്ച് among the following is best suited to make handles of cooking utensils? ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നൈലോൺ കൊടുത്തിട്ടുണ്ട്, PVC കൊടുത്തിട്ടുണ്ട്, ടെഫ്ലോൺ കൊടുത്തിട്ടുണ്ട്. ഈ ബാക്ക് ലൈറ്റ് നൈലോണും PVCയും ടെഫ്ലോണും ഒന്നും കമ്പാരിറ്റീവ്ലി ഇതിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഉരുകി പോകുന്ന സാധനങ്ങളാണ്. ഇവിടെ പിന്നീട് ഓപ്ഷൻ കൊടുക്കാവുന്നത് നൈലോൺ ആണ്. ചുവടെ നൽകിയിരിക്കുന്ന ദ്രവനില ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ്? വിച്ച് among the following metals possesses the lowest melting point? ഇത് നമുക്കറിയാം, സോഡിയം അതേപോലെ തന്നെയൊക്കെ ദ്രവനില കുറവുള്ള ലോഹങ്ങളാണ്. അതിലേറ്റവും ദ്രവനില കുറവുള്ള ലോഹം എന്ന് പറയുന്നത് ഇതാണ്, ഗാലിയം ആണ്. സ്റ്റിബിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് പ്രതീകം ലഭിച്ച മൂലകം ഏതെന്ന് ചോദ്യം. വിച്ച് എലമെൻറ്റ് ഗെറ്റ്സ് ഇറ്റ് സിമ്പിൾ ഫ്രം ദ ലാറ്റിൻ വേർഡ് സ്റ്റിബിയം? സ്റ്റിബിയം എന്നുള്ള ലാറ്റിൻ വേർഡ് കിട്ടിയിരിക്കുന്നത് ആൻറ്റിമണിയാണ്. ആൻറ്റിമണിൻ്റെ സിമ്പിൾ നമുക്കറിയാം, SB എന്നാണ് സിമ്പിൾ. ഇതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 51 ആണ്. സെൽനിയം എന്ന് പറയുന്നത് 34 ആണ് അറ്റോമിക് നമ്പർ ഓർത്ത് വയ്ക്കുക. സെലനോളജി എന്ന് പറയുന്നത് എന്താണ്? ചന്ദ്രനെ പറ്റിയുള്ള പഠനമാണ് സെലനോളജി. അപ്പോൾ സെലനോളജി എന്ന് പറയുന്ന വാക്ക് പോലെ തന്നെ സെലിനിയം മൂണിൽ നിന്ന് ഉണ്ടായതാണ്. മൂണുമായിട്ടുള്ള ലാറ്റിൻ വേർഡാണ് സെലനിയം ഉണ്ടായിരിക്കുന്നത്. സിലിക്കൺ നമുക്ക് അറ്റോമിക് നമ്പർ SI ആണ്, 14 ആണ് സിലിക്ക എന്ന് പറയുന്ന വേർഡിൽ നിന്ന്, ലാറ്റിൻ വേർഡിൽ നിന്ന് ഉണ്ടായതിന് സിലിക്ക എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ സിലിക്കൺ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ടിന്നിൻ്റെ അറ്റോമിക് നമ്പർ ഓർത്തിരിക്കുക, 50 ആണ് ടിന്നിൻ്റെ അറ്റോമിക് നമ്പർ. അടുത്ത് കോപ്പർ, മെർക്കുറി, ഇരുമ്പ്, അലുമിനിയം, ടിൻ എന്നീ ലോഹങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. സാധാരണ താപനിലയിൽ ഇവയെല്ലാം സൊനോറിറ്റി പ്രവർത്തിക്കുന്നു. സൊണോറിസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വൈബ്രേറ്റ് സൗണ്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വൈബ്രേഷൻ പോലും സൗണ്ട് ഉണ്ടാക്കുന്നതാണ് മെറ്റൽസിൻ്റെ, അത് പ്രദർശിപ്പിക്കുന്നുള്ളതാണ്. ഇത് ശരി തന്നെയാണ്. സാധാരണ താപനിലയിൽ അലുമിനിയം പൂർണ്ണമായും ലോഹനാശത്തിന് വിധേയമാകുന്നില്ല. ഇതും ഭാഗികമായി ശരിയാണ്. അലുമിനിയം എയറുമായിട്ട് പുറത്തു വയ്ക്കുമ്പോൾ അലുമിനിയത്തിൽ പുറത്തൊരു കോട്ടിംഗ് ഉണ്ടാകുകയും ആ കോട്ടിംഗ് പിന്നീട് അതിൻ്റെ നാശം തടയുകയും ചെയ്യുന്നുണ്ട്. സാധാരണ താപനിലയിൽ കോപ്പർ, ടിൻ തുടങ്ങിയ ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ സാധിക്കും. ഇതും ശരിയായ പ്രസ്താവനയാണ്. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വർണത്തോടൊപ്പം കോപ്പർ കൂടി ചേർക്കാറുണ്ട്. ഇതിൽ നമുക്കറിയാവുന്നതാണ്, സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വർണ്ണത്തോടുകൂടി എന്ത് ചെയ്യും? കോപ്പർ അതിൻ്റെ കട്ടി കൂടിയ ചേർക്കും. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആൻസർ എന്ന് പറയുന്നത് ഈ ആൻസറാണ്. നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ വെളുത്ത നിറമുള്ള ഉൽപ്പന്നം നൽകുന്നവ ഏതാണെന്ന്. പൊട്ടാസ്യം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ സിൽവർ ക്ലോറൈഡ് ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടാകുന്നു. ഇത് വെളുത്ത ഉൽപ്പന്നം തന്നെയാണ്. അപ്പോൾ ഇത് വെളുത്ത ഉൽപ്പന്നം നൽകുന്നുണ്ട്. പിന്നെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റും ജലം ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് നമുക്കറിയാം വെളുത്ത ഉൽപ്പന്നമാണ്. അതുപോലെ തന്നെ 2 mg മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ മഗ്നീഷ്യം ഓക്സൈഡും സിൽവറി വൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതും വൈറ്റ് തന്നെയാണ്. അടുത്ത് കോപ്പർ കാർബണേറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് കോപ്പറിക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതിൽ നമുക്ക് ഗ്രീൻ പ്രോഡക്റ്റാണ് ഇവിടെ ഉണ്ടാകുക. അതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1, 2, 3ലും വൈറ്റ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, 1, 2 ആൻഡ് 3 എന്നുള്ളത് മാത്രം എടുക്കാം.
ചുവടെ നൽകിയിരിക്കുന്നവയിൽ 3 ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്ര ഏത് എന്നാണ് ചോദ്യം. ക്ലോറിൻ ഡയാറ്റോമിക് ആണ്. ഹൈഡ്രജൻ നമുക്കറിയാം ഡയാറ്റോമിക് ആണ്. ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. സോഡിയം എന്ന് പറയുന്നത് ഏകാറ്റോമിക് തന്മാത്രയാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ നമുക്കറിയാം ഏതാണ്, ഓസോൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ലോഹം ഏത് എന്നാണ് ചോദ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം ഇതെല്ലാം ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. 3Cl2 XKOH YKClO3 5KCl 3H2O എന്ന സമീകരിച്ച രാസവാക്യത്തിൽ XY എന്നിവയുടെ വിലകൾ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ഇത് നോക്കിയിട്ട് നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. ഇവിടെ ക്ലോറിൻ ഇവിടെ 1 ഇവിടെ ക്ലോറിൻ 6 ഉണ്ട്. ഇവിടെ 1 ക്ലോറിൻ. ഇവിടെ ക്ലോറിന് എത്ര എണ്ണം വന്നു? 5 എണ്ണം വന്നു. അപ്പോൾ 5 എണ്ണം വന്നു, 5 1 6 അപ്പോൾ ക്ലോറിൻ്റെ അത് കറക്റ്റ് 6 വന്നിട്ടുണ്ട്. അപ്പോൾ 6 വരുമ്പോൾ ഇവിടെ Y എത്ര വരണം? Y ഡബിൾ ആകാൻ പാടില്ല. അപ്പോൾ Y 1 വരണം. Y 1 വരെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഇതും ഇതാണ് ഓപ്ഷൻ. ഇത് നമുക്ക് എക്സിന് ഓക്സിജൻ നോക്കാം, അല്ലെങ്കിൽ പൊട്ടാസ്യം നോക്കാം. പൊട്ടാസ്യം ഇവിടെ 5 എണ്ണം വന്നിട്ടുണ്ട്. Y 1 ആയി. പൊട്ടാസ്യം ഇവിടെ 6 എണ്ണമായി. അപ്പോൾ പൊട്ടാസ്യം 6 എണ്ണം വരണമെങ്കിൽ എക്സിൻ്റെ അവിടെ എന്ത് വരണം? 6 വരണം. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്നത്. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മാർബിൾ. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന മൂലങ്ങൾ ഡാഷ് ആണ്. മാർബിൾ ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ മാർബിൾ CaCO3 ആണ്. കാൽസ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ. കാൽസ്യം, കാർബൺ ആൻഡ് ഓക്സിജൻ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ.